Hi students, welcome to Spartans. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു റിവിഷൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ് കൊണ്ട്. ഓൾറെഡി നിങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസും നോട്ട്സ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പല മൊഡ്യൂൾസിലായിട്ട് നമ്മൾ FYUGPയുടെ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുന്ന എന്താണ്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ, എന്നിട്ട് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് യുണീക്നെസ് ഓഫ് കാർബൺ. അത് നിങ്ങൾക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ കാർബൺ എന്തുകൊണ്ടാണ് യുണീക്ക് ആവുന്നത്? ഒന്ന് നമുക്കറിയാം, കാർബണിന്റെ ടെട്രാ വാലൻസി ആണ് അല്ലേ. അപ്പോൾ അതിന് പിന്നെ കാറ്റിനേഷൻ ഉണ്ട്, ലോങ് ചെയിനും റിങ്ങും ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഡബിൾ, സിംഗിൾ, ട്രിപ്പിൾ ബോൺസ്, മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷനുള്ള ടെൻഡൻസി ഉണ്ട്. ഐസോമേഴ്സ് ഫോം ചെയ്യാം. പിന്നെ കാർബണിന്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ കാർബണിന്റെ കോമ്പൗണ്ട്സ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് ഉണ്ടായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇനിയുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഒരുപാട് വെറൈറ്റി, ഒരു മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് എന്താ പറയുക. നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഇത്രയും റിസർച്ച് നടക്കാൻ കാരണം എന്താണ്? കാർബൺ ഫോം ചെയ്യുന്ന വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ കാർബണ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഹാലജൻസ്, മെറ്റൽസ് ഇവരുടെ ഒക്കെ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ എന്താണ്? DNA അല്ലേ. നമ്മുടെ എല്ലാ എന്താ പറയാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? DNA അല്ലേ. അപ്പൊ DNAയിലും RNAയിലും പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഇതിലൊക്കെ ആരുണ്ട്? കാർബൺ ചെയിൻസ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് എന്ത്, കാർബണിന്റെ ഒരു യുണീക്നെസ്. കാർബണിന്റെ കോമ്പൗണ്ട്സിന്റെ കെമിസ്ട്രി നമ്മൾ പ്രത്യേക ഒരു ബ്രാഞ്ച് ആയിട്ട് പഠിക്കാൻ തന്നെ കാരണം എന്താണ്? കാർബണിന്റെ യുണീക്നെസ് ആണ്. ഇത് വേണമെങ്കിൽ പാർട്ട് എയില് 1 മാർക്കിനോ 2 മാർക്കിനോ പാർട്ട് എയിൽ ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും 2 എണ്ണോ 1 എണ്ണോ എങ്ങാനും എഴുതാനായിട്ട്. എപ്പോഴും 4 എണ്ണം പഠിച്ചു വെച്ചിരിക്കുക. നമുക്കിനി പാർട്ട് ബിയിലാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതുകൊണ്ട് 4 എണ്ണം മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നതാണ്. ഈ ആദ്യത്തെ 4 എണ്ണമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ആദ്യത്തത് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ഇപ്പോൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇങ്ങനെ തന്നിട്ട് ഇതെന്താണ്, അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ എന്ന് എഴുതിയിട്ട് ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, അങ്ങനെയല്ല ചോദിക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾ പഠിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ നോമൻക്ലേച്ചർ പോർഷന് വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനെ നെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നന്നായി പഠിച്ചിട്ട് പോവുക. കാരണം നോമൻക്ലേച്ചറിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, നോമൻക്ലേച്ചറിൽ നിന്നുണ്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ അത് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തറിയണം? ഏതൊക്കെയാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് അറിഞ്ഞിരിക്കണം. അതിനാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് നിങ്ങളുടെ സിലബസിൽ വരുന്ന എന്താണ്? നോമൻക്ലേച്ചർ ആണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു യുണീക്നെസ് ഓഫ് കാർബൺ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അങ്ങനെ 100% ഷുവർ എന്ന് പറയില്ല, 50-50. പക്ഷെ നോമൻക്ലേച്ചറിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 80 to 90% ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നോമൻക്ലേച്ചറിൽ നിന്ന് പാർട്ട് എയിലാണ് കൂടുതലായിട്ട് കാണുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോമൻക്ലേച്ചർ നന്നായിട്ട് കുറേ കോമ്പൗണ്ട്സ്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കോമ്പൗണ്ട്സ് വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു കോമ്പൗണ്ട് പറയാം. ഈ കോമ്പൗണ്ട് എങ്ങനെയാ നിങ്ങൾ നെയിം ചെയ്യുക? ഇവിടെ നിന്നാണോ 1 2 3 4 ഇങ്ങനെയാണോ നെയിം ചെയ്യുക? അല്ല അല്ലേ. നമ്മുടെ ഇവിടെ ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ നെയിം ചെയ്യുക. CH3 അല്ലേ വരിക വാലൻസ്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? 1 2 3 4. അപ്പൊ ബ്യൂട്ടാണ് അല്ലേ. 4 വരുമ്പോൾ ബ്യൂട്ടാണ്. ബ്യൂട്ട് 1 എന്ന് വേണമെങ്കിൽ എഴുതാം. അതാണ് കറക്റ്റ് നെയിം, ബ്യൂട്ടീൻ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് നെയിം ചെയ്യുക? 1 2. ഓക്കെ, അപ്പോൾ 2 എണ്ണം വരുമ്പോൾ
എത്തൻ അല്ലേ, ഓയിച്ച് വരുമ്പോ ഓൾ, എത്തനോൾ. ഇനി ഇങ്ങനൊരു സാധനമാണ് വരുന്നതെങ്കിലോ നമുക്ക് നോക്കി ഇങ്ങോട്ടും നോക്കാം അങ്ങോട്ടും നോക്കാം. ഇതൊരു സിമ്മട്രിക് മോളിക്യൂളാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നെയിം ചെയ്താലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നെയിം ചെയ്താലും ഒരുപോലെ തന്നെ വരുള്ളൂ. ബ്യൂട്ട് 2 അല്ലേ. 3 വൈൻ എന്ന് എഴുതോ ഇല്ല, കാരണം എന്താണ്, നമ്മള് ലീസ്റ്റ് നമ്പറാണ് എപ്പോഴും ഫങ്ഷണൽ ഗ്രൂപ്പ്സിന് കൊടുക്കുക. ഇനി മോർ ദാൻ 1 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതും ഉണ്ട് കേട്ടോ. മോർ ദാൻ 1 ഫങ്ഷണൽ, ഇപ്പൊ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ 3 4 ഡബിൾ ബോണ്ട് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ് അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരു OH ഗ്രൂപ്പ്, ഒരു ബ്രോമിന്, അങ്ങനെ പലത് വരുന്നതും നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് സിലബസിൽ ആൽക്കെയിൻസ്, ആൽക്കൈൻസ്, ഇതിന്റെ മൂന്നിന്റെയും സ്ട്രക്ചർ, ഹൈബ്രിഡൈസേഷൻ ആൻഡ് ജോമെട്രി. അത് ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് സ്ട്രക്ചർ, എന്താണ്, ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ ക്വിക്കായിട്ടൊന്ന് നോക്കിയിട്ട് പോകാനെങ്കിലും ഇതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ആൽക്കെയിൻസിൽ എങ്ങനെയാണ്, സിംഗിൾ ബോണ്ടാണ്, ആൽക്കീനിൽ ഡബിൾ ആണ്, ആൽക്കൈനിൽ ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ. സി സിംഗിൾ ബോണ്ട്, സി ഡബിൾ ബോണ്ട്, സി ട്രിപ്പിൾ ബോണ്ട് അല്ലേ, ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ നിന്നും പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. നോമൻക്ലേച്ചറിന്റെ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ പലരും സ്കിപ്പ് ചെയ്ത് പോകുന്ന പോർഷൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കാരണം ഹൈബ്രിഡൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഓക്കെ. ഇനി ആൽക്കെയിൻസിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഓരോ കാർബൺ ആറ്റം, കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. ആൽക്കെയിൻസിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ്, sp3 ആണ്. ജോമെട്രി എന്താണ്, ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. അവിടുത്തെ ബോണ്ട് ആംഗിളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക, 109.5. sp3 ഹൈബ്രിഡൈസേഷൻ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് ആൽക്കീൻസിന്റെ കേസിൽ എങ്ങനെയാണ്, സി ഡബിൾ ബോണ്ട് സി ആണ്. ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ട്രയഗണൽ പ്ലനാർ ജോമെട്രി ആണ്. 120 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. നോക്കിയേ, സോറി, sp2 ഹൈബ്രിഡൈസേഷൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലിയർ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നമ്മുടെ നോട്ടിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നെക്സ്റ്റ് ആരാണ്, ആൽക്കൈൻസ് ആണ്. സി ട്രിപ്പിൾ ബോണ്ട് സി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ ലീനിയർ ജോമെട്രി ആണ്. 180 ഡിഗ്രി. ലീനിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അല്ലേ, സിമ്പിൾ ഇങ്ങനെയാ വരിക. അപ്പം എത്രയാ വരിക ആംഗിള്, 180 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. അപ്പൊ ഇതുകൂടി ഒന്ന് നോക്കിയേക്കുക. അതായത് നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ഇൻഡെപ്ത് പോകാൻ പറ്റിയില്ലെങ്കിലും ഹൈബ്രിഡൈസേഷൻ എന്താണ്, അവിടെ സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ എന്ന് എഴുതാൻ നിങ്ങൾക്ക് എന്തായിട്ടും അറിയായിരിക്കും. പിന്നെ അവിടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, നെക്സ്റ്റ് അതിന്റെ ജോമെട്രി എന്താണ്, അവിടുത്തെ ആംഗിൾ എത്രയാണ്, ഇത് മൂന്നും ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. പറ്റുമെങ്കിൽ അതിന്റെ സ്ട്രക്ചർ കൂടി വരയ്ക്കാൻ പഠിച്ചിട്ട് പോവാം, ടൈം ഉണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഹോമോലൂമോ കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ട് വെച്ചിട്ട് തന്നെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹോമോലൂമോ കോൺസെപ്റ്റ് എന്ന് ചോദിക്കാൻ സാധ്യത ന്യൂക്ലിയോഫൈൽസിനെയും ഇലക്ട്രോഫൈൽസിനെയും ഹോമോലൂമോ കോൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അത് ഞാനിവിടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ഫോൾഡിൽ തന്നെ ബേസിക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും, ന്യൂക്ലിയോഫൈൽ എങ്ങനെയാണ്, അതിന്റെ ഇലക്ട്രോൺസിനെ ഹോമോ വഴി ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, റിയാക്ട്സ് വയ ഇറ്റ്സ് ഹോമോ. ഇലക്ട്രോഫൈൽ ആണെങ്കിൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും ആൻഡ് റിയാക്ട്സ് വയ ഇറ്റ്സ് ലൂമോ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടും ക്ലാസ്സസും നിങ്ങൾക്കുണ്ട്. റിയാക്ടിവിറ്റി എങ്ങനെയാണ്, ന്യൂക്ലിയോഫൈൽസിനെയും ഇലക്ട്രോഫൈൽസിനെയും ഹോമോ ലൂമോ എങ്ങനെയാണ് വരുന്നത് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷനാണ് എന്ത്, ഹോമോലൈസിസും ഹെട്രോലൈസിസും. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാം. അതായത് ഡിഫൈൻ ഹോമോലൈസിസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോലൈസിസ് ആൻഡ് ഹെട്രോലൈസിസ് എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹോമോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിമ്മട്രിക് ആയിട്ടുള്ള ബോണ്ട് ബ്രേക്കിങ്ങിനെയാണ് നമ്മൾ ഇവിടെ നിങ്ങൾ എക്സാമ്പിളിൽ നോക്കിക്കോളൂ. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഇലക്ട്രോൺസിന്റെ അല്ലേ കോവാലന്റ് ബോണ്ട്. അപ്പോൾ അത് സിമ്മട്രിക് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഓരോ ഇലക്ട്രോൺസിനെ, അത് ഡൊണേറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ അവർ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും,
ഹോമോലൈസിസ് എന്ന് പറയും. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 2 ഇലക്ട്രോണിനെ ഒരാൾ എടുക്കുകയാണ്, മറ്റേ ആൾക്ക് ഇലക്ട്രോൺസിന് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അതിനെ ഹെട്രോലൈസിസ് എന്ന് പറയും. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് രണ്ടും ഡെഫിനിഷൻ പഠിക്കുക, അതിന്റെ എക്സാമ്പിളോട് ഇതുപോലെ വരയ്ക്കാൻ പഠിച്ചിരിക്കുക. ഓക്കെ. ഹോമോലിസിസ് വഴി ഉണ്ടാകുന്ന ആരാണ്? ഫ്രീ റാഡിക്കൽസ് ആണ് കേട്ടോ. ഹോമോലിസിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുന്നത് ആരാണ്? ഫ്രീ റാഡിക്കൽസ് ആണ്. പക്ഷെ ഹെട്രോലൈസിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുന്ന ആരാണ്? അയോൺസ് ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തേക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിയാക്ഷൻ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അഡീഷൻ റിയാക്ഷൻ എന്താണ്? ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുക, സാച്ചുറേഷനിലേക്ക് പോകുന്നു. അത് അടുത്ത് എലിമിനേഷനാണെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നിന്ന് ഒരു ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് എലിമിനേറ്റഡ് ആയിട്ട് നമുക്ക് അൺസാച്ചുറേഷൻ ഉണ്ടാവുന്നതിനെയാണ് എലിമിനേഷൻ എന്ന് പറയുക. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, അവിടെ ഓൾറെഡി ഉള്ള ഒരു ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ എന്താ പറയുക, കമ്പാറ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ആറ്റം ഓർ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഇനി ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ നമ്മൾ ഇതുപോലെ അഡീഷന്റെ ഒരു ഇതായിട്ടും പറയുന്നുണ്ട്. അല്ലാതെ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തിട്ട് ബോണ്ട് ഫിഷൻ, ഹോമോലിറ്റിക് ഫ്രിഷൻ നടന്ന് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ട് ആ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും. ഓക്സിഡേഷൻ എന്താണ്? ഹൈഡ്രജന്റെ റിമൂവൽ അല്ലെങ്കിൽ ഓക്സിജന്റെ അഡീഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇൻക്രീസ് വരുന്ന റിയാക്ഷൻസ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? റിഡക്ഷൻ എന്ന് പറയുന്നത്. റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആ കാർബൺ ചെയിനിൽ തന്നെ വരുന്ന ഒരു റീഅറേഞ്ച്മെന്റിനെയാണ് അങ്ങനെ പറയുക. പെരിസൈക്ലിക് റിയാക്ഷൻ എന്ന് പറയുന്നത് കൺസേർട്ടഡ് ആയിട്ടുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്താണ്? ഏതെങ്കിലും 2 എണ്ണം ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ എപ്പോഴും റിയാക്ഷൻ എഴുതി അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ എഴുതാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം. വെറുതെ XY ഇട്ടിട്ടല്ല, അല്ലാതെ ഇപ്പോൾ ഒരു CH3, ഞാനൊരു അഡീഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. സോറി, ഓക്കെ. ഇത് നമ്മൾ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ ഇങ്ങനെ കാർബണും ഹൈഡ്രജനും വരുന്ന റിയൽ എക്സാമ്പിൾ തന്നെ കാണിക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ എനിക്കൊന്ന് ഇന്റേണൽസൊക്കെ പല കോളേജസിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. S2ന്റെ ഫസ്റ്റ് ബാച്ച് അല്ലേ നിങ്ങൾ? അപ്പോൾ FIUGPയുടെ എന്താ പറയുക, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് എല്ലാം പരിചയമായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂണിക്നെസ് ഓഫ് കാർബൺ ഏതെങ്കിലും 4 എണ്ണം ഞാൻ ഓർഡറിൽ, പഠിക്കേണ്ട ഓർഡറിൽ തന്നെ പറഞ്ഞുതരാം. ആദ്യം നോമൻക്ലേച്ചർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും കോളേജസിൽ നിന്നും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിലുള്ള എല്ലാ കോമ്പൗണ്ട്സും ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക. നെക്സ്റ്റ് ഏത് പഠിക്കണം? റിയാക്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഹോമോലിസിസ് ആൻഡ് ഹെട്രോളിസിസ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഏതാണ്? ഹോമോലൂമോ കോൺസെപ്റ്റ് പഠിക്കുക. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ആൽക്കീൻസിന്റെ പഠിക്കുക. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ എന്ത് പഠിക്കുക? കാർബണിന്റെ യൂണിക്നെസ് കൂടെ പഠിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓൾ ദി ബെസ്റ്റ്.